ഫാസിസ്റ്റ് പാർട്ടിയല്ല, പ്രവണത മാത്രമേ ഉള്ളൂ. ഫാസിസം ആയിട്ടില്ല. ആയിക്കഴിയുമ്പോൾ അവർ റെഡിയാക്കി കളയും. ചെഗുവേരയും കഞ്ചാവാണ്, വേടനും കഞ്ചാവാണ്, അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ. എവിടെയെങ്കിലും ഒരു കേസിൽ അളവിൽ കൂടുതൽ കഞ്ചാവ് വെച്ച് വേടനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോട്ട് ആ നിമിഷം ഇവർ തള്ളിപ്പറയും. അവർ പറയും വേടനാ ഫാസിസ്റ്റ് എന്ന് പറയും. വേടനാണ് താരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് CPM സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പൊതുവികാരം അതാണ്. കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവികളുടെയും അല്ലാത്ത ജീവികളുടെയൊക്കെ ഒരു പൊതുവികാരമായി കാണുന്നത് എങ്ങനെയാണ്? താങ്കൾ എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത്? അല്ല, വേടൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന് അദ്ദേഹത്തിനെ അറസ്റ്റിലാകുന്നത് കഞ്ചാവ് കേസിലാണ്. അതാണല്ലോ തുടക്കം. അപ്പോൾ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വയ്ക്കത്തക്ക അളവിലുള്ള കഞ്ചാവ് ഇല്ലാതെന്നുകൊണ്ട് അദ്ദേഹത്തിനെ വിട്ടു. പക്ഷെ വേടനെ പ്രത്യേകത കഞ്ചാവ് വലിച്ചു എന്നുള്ളതല്ലല്ലോ. ഈ റാപ്പർ മ്യൂസിക് അതിൻ്റെ ഒരു വക്താവാണ് വേടനെ. ഞാൻ വേടൻ്റെ ഒന്നോ രണ്ടോ ഇതേ ഞാൻ കണ്ടിട്ടുള്ളൂ, ക്ലിപ്പിങ്ങേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ വേടനെ ചില കാര്യങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയ്ക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ സംഗീതത്തിലൂടെ പറയുന്നുണ്ട്. പക്ഷേ വേടനെ ഇപ്പോൾ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ രാഷ്ട്രീയ നേതാക്കന്മാർ ജനങ്ങളുടെ മുന്നിൽ അപ്രസക്തരാകുകയും വേടനെ പോലുള്ള ആളുകൾ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യുന്നതുകൊണ്ടാണ്. എൻ്റെ ഒരു ചെറുപ്പ സമയത്ത് ഞാൻ EMSൻ്റെ പ്രസംഗം കേൾക്കാൻ പത്തനംതിട്ട വരെ പോയിട്ടുണ്ട്. ക്യൂ നിന്ന് ലാസ്റ്റ് ബസ്സിന് ഈ പ്രസംഗം കേട്ടിട്ട് വന്ന ആളാണ് ഞാൻ. EK നായനാർ, EMS ഇവരൊക്കെ പ്രസംഗിക്കുമ്പം നമ്മൾ ഈ പ്രസംഗം കേൾക്കാനായിട്ട് പോകുമായിരുന്നു. UDFിൻ്റെ ഒരു ഫയർ ബ്രാൻഡായിരുന്നു R ബാലകൃഷ്ണപിള്ള, KM മാണി സാറ്. ഇവരുടെയൊക്കെ പ്രസംഗം നമ്മൾ കേൾക്കാൻ പോകും. ഏതെങ്കിലും ഒരു നേതാവിൻ്റെ പ്രസംഗം കേൾക്കാൻ ആരെങ്കിലും പോകുന്നുണ്ട്? ആരും പോകുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നേതാക്കന്മാർ പ്രസംഗിക്കുന്നത് എവിടെയാണ്? ഹൈക്കോടതി ഉത്തരവിടേണ്ടി വന്നത് തന്നെ ആളുകൾ കൂടുന്നിടത്ത് നിന്ന് പ്രസംഗിക്കുക. അപ്പം ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകും. വീട്ടിൽ പാൻ നിൽക്കുന്നവനും റേഷൻ കടയിൽ പാൻ നിൽക്കുന്നവനും ഈ പ്രസംഗം കൊണ്ടൊന്നും സ്ഥലം വിട്ട് പോകാൻ പറ്റുകയില്ലല്ലോ. അവൻ നിർബന്ധിതമായിട്ട് അവിടെ നിന്ന് പ്രസംഗം കേൾക്കണം. അപ്പം പിന്നെ നേതാക്കന്മാർക്ക് ആളിനെ കൂട്ടാൻ പറ്റാത്തതുകൊണ്ട് ഈ വേടൻ്റെ എന്തെങ്കിലും ഒരു പരിപാടി വെച്ചാൽ ഇപ്പോൾ താൽക്കാലികമായിട്ട് വേടൻ്റെ ഒരു താരമാണ്. അവിടെ ആൾ കൂടും, അല്ലെങ്കിൽ കുറഞ്ഞ വർഷം കൂടിയ ആളുകൾ പിരിഞ്ഞു പോകാതെ ഈ പാട്ടുണ്ടെന്നറിഞ്ഞാൽ അവിടെ ഇരിക്കും. അതിന് വേടനെ ഒരു മാധ്യമമായി ഉപയോഗിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. വേടനെ വെച്ചിട്ട് ആളിനെ കൂട്ടുക, വേടനെ വെച്ച ആളിനെ കൂട്ടുക. മനസ്സിലായി സാർ. പക്ഷേ ഇതിൽ താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞു, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, ഇദ്ദേഹം ആദ്യമായി അല്ലെങ്കിൽ ഈ അടുത്തിടെയായിട്ട് വാർത്തകളിൽ ഇടം നേടുന്ന ഒരു കഞ്ചാവ് കേസിൽ പിടിക്കപ്പെടുമ്പോഴാണ്. കഞ്ചാവ് എന്ന് പറയുന്നത് നമ്മൾ ലഹരിക്കെതിരെ സമൂഹം ഒന്നടങ്കം ജാഗ്രതയോടുകൂടി നിൽക്കേണ്ട, അല്ലെങ്കിൽ സർക്കാർ തന്നെ ലഹരിക്കെതിരെ സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അതേ കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ട ഒരാളെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പറ്റിപ്പോയി, തെറ്റുപറ്റിപ്പോയി, ഇനി ആവർത്തിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ലഹരിയുടെ പ്രയോക്താവായ ഒരാളിനെ ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഈ ലഹരി വർജനവും ഈ ലഹരിയുടെ വക്താവിനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നത്, ഇത് രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് എങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കും? അല്ലെങ്കിൽ ഇതിലൂടെ സർക്കാർ എന്ത് സന്ദേശമാണ് ജനങ്ങൾക്ക് നൽകുന്നത്? സർക്കാർ സന്ദേശം വളരെ ക്ലിയറാണ്. ലഹരി ഉപയോഗിക്കുന്നതിന് വോട്ടുണ്ട്, ലഹരിക്കെതിരായിട്ട് നിൽക്കുന്നതിന് വോട്ടുണ്ട്. രണ്ട് കൂട്ടരുടെ വോട്ട് വേണം. അപ്പോൾ വേടനെ നിർത്തി കഞ്ചാവ് അടിക്കുന്നതിന് വോട്ട് പിടിക്കാം. പ്രസംഗത്തിലൂടെ, നേതാക്കന്മാരുടെ ഉജ്ജ്വലമായ പ്രഭാഷണങ്ങളിലൂടെ, പ്രത്യയശാസ്ത്ര വിശകലനങ്ങളിലൂടെ നമ്മൾ കഞ്ചാവ് വലിക്കാത്തവനെ കൂടെ നിർത്താം. വോട്ടാണ് പ്രശ്നം. ചില ഇടത് ബുദ്ധിജീവികൾ പറയുന്നു ഇദ്ദേഹത്തിൻ്റെ ശബ്ദം അല്ലെങ്കിൽ വേടൻ സ്വരം ഉയർത്തുന്നത് ഫാസിസത്തിനെതിരാണ്. ഫാസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സന്ധിയില്ലാ സമരമാണ്, പിന്നെ സഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇദ്ദേഹം നരേന്ദ്രമോദിക്കെതിരെയാണ് ഇദ്ദേഹത്തിൻ്റെ പാട്ടുകൾ. മോദിക്കെതിരെ പാടുന്നത് കൊണ്ട് തന്നെ അത് ഫാസിസത്തിനെതിരായ ശബ്ദമാണ്. ആ ശബ്ദം ജനങ്ങൾ കേൾക്കണം, കേൾക്കേണ്ട അവസരം ഒരുക്കണം. അതിനുവേണ്ടി സർക്കാർ തന്നെ ഇടുക്കിയിൽ വേടന് 10 ലക്ഷം രൂപ കൊടുത്തിട്ട് ബുക്ക് ചെയ്തൊരു പ്രോഗ്രാം തന്നെ അദ്ദേഹത്തിന് ഒരു വേദി ഒരുക്കി കൊടുക്കുന്നു. കഞ്ചാവ് കേസിൽ പിടിച്ചതിൻ്റെ തൊട്ടടുത്ത ദിവസം സർക്കാർ സ്പോൺസേഡ് പരിപാടി 10 ലക്ഷം രൂപ വേടന് സംഘടിപ്പിച്ച് കൊടുക്കുന്നു. എന്താ ഇത് മോദിക്കെതിരെ പോരാടാൻ വേടനിലൂടെ എന്നുള്ളതിൻ്റെ ഒരു തിയറിയുടെ ലോജിക്ക് എന്താണ്? അല്ല, മോദിക്കെതിരെ, ഫാസിസത്തിനെതിരെ എങ്ങനെയാണ് CPM പോരാടാൻ പറ്റുന്നത്? BJP ഫാസിസ്റ്റ് പാർട്ടി അല്ലെന്നല്ലേ വരുന്നത്? ഫാസിസ്റ്റ് പ്രവണതകളുള്ള പാർട്ടിയാണ്. ഫാസിസ്റ്റ് പാർട്ടിയല്ല, പ്രവണത മാത്രമേ ഉള്ളൂ. ഫാസിസം ആയിട്ടില്ല. ആയിക്കഴിയുമ്പോൾ അവർ റെഡിയാക്കി കളയും. അതുവരെ പ്രവണതയാണ് കാണിക്കുന്നത്. അപ്പം കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത് BJP ഫാസിസ്റ്റ് പ്രവണതയുള്ള പാർട്ടിയാണ്. മോഡേൺ പാർട്ടിൽ പറയുന്നത് മോദി ഫാസിസ്റ്റ് ആണെന്നാണ്. അപ്പോൾ ഫാസിസ്റ്റാണ് മോദി എന്ന് പറയാൻ ഇത്തിരി പ്രയാസമുണ്ട് നേതാക്കന്മാർക്ക്. കാരണം അതിനകത്ത് ബുദ്ധിമുട്ട് വരുന്ന കാര്യമാണ്. അപ്പോൾ അവർ വേടനെ കൊടുത്താലേ, വേടൻ ഈ മോദി ഫാസിസ്റ്റാന്ന് പറയുമ്പം മോദിയെ വിരോധിക്കുന്ന ആളുകളുടെ ഒട്ടും കിട്ടുമല്ലോ വേടനിലൂടെ. അതായത് CPMകാർക്ക് ഡയറക്റ്റായിട്ട് പറയാൻ മടിക്കുന്ന കാര്യം വേടനിലൂടെ പറയിക്കുക, അങ്ങനെയാണോ? തീർച്ചയായിട്ടും. വേടൻ ഒരു മാധ്യമമാണ്. അതിലൊരു ചെറുപ്പക്കാരൻ പയ്യനാണ്. അയാൾ വന്ന് പറഞ്ഞ് ഞാൻ കഞ്ചാവ് അടിച്ചു, ഞാൻ വഴിതെറ്റിപ്പോയി, നിങ്ങളൊന്നും അങ്ങനെ ആകരുത് എന്നൊക്കെ അയാൾ പറയുന്ന ഒരു ചെറിയ ക്ലിപ്പിങ് ഞാൻ കണ്ടു. നല്ല കാര്യം തന്നെയാണ്. ഒരുത്തനെ പശ്ചാത്താപമാണല്ലോ ഏറ്റവും വലിയ പ്രായച്ചിത്തം. അത് നല്ല കാര്യം തന്നെയാണ്, അതിനകത്ത് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഈ ചെറുപ്പക്കാരനെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടുകൂടി ഉപയോഗപ്പെടുത്തുന്നത് വളരെ നിർഭാഗ്യകരമായൊരു കാര്യമാണ്. അയാൾ കലാകാരനാണെങ്കിൽ പാട്ട് പാടട്ടെ,
റാപ്പർ സംഗീതം പ്രൊമോട്ട് ചെയ്തിട്ട്, ഈ റാപ്പർ സംഗീതത്തിന് മുമ്പ് ഹിപ്പികളുടെ ഒരു കാലം ഉണ്ടായിരുന്നു. എൻ്റെ ചെറുപ്പസം ഹിപ്പി കാലമായിരുന്നു. അന്ന് മാരേജ് ജുവാനായിരുന്നു. ഈ കഞ്ചാവിൻ്റെ തന്നെ വേറൊരു കാര്യവും മാർഗം തന്നെ. അന്ന് കുറേ പേര് ഈ തലമുടിയൊക്കെ നീട്ടി വളർത്തി പിന്നെ ഗിത്താറും ഒക്കെ ആയിട്ട് വരികയും ഒക്കെ ചെയ്ത അന്ന് ഞങ്ങളുടെ കോളേജിൽ ഈ ഹിപ്പി സംസ്കാരമാണ്. വലിയ ബെൽ ബോട്ടം പാൻറ്റ്, വലിയ കോളറുള്ള ഷർട്ട്, ഇതൊക്കെയാണ് ഹിപ്പി സംസ്കാരം. കുറേ കാലം ഞാനും ഹിപ്പിയായിരുന്നു. ഒരു പ്രവണത ഒരു ചെറുപ്പക്കാരുടെ സമയത്ത് താൽക്കാലികം ഉണ്ടാകുന്നൊരു പ്രശ്നമാണ്. ഇതങ്ങ് പോകുമല്ല, അതിനപ്പുറത്ത് വേറെ കാര്യം. ഈ ചില ഇടത് ബുദ്ധിജീവികൾ അല്ലെങ്കിൽ ചില ചെറുപ്പക്കാർ എന്ന് തന്നെ പറയാം, ഇടത് ചിന്താധാരയോടൊപ്പം ചേർന്ന് നിൽക്കുന്നു എന്ന് പറയുന്ന ആ ധാരക്കാർ പറയുന്ന ഒരു കാര്യം, പണ്ട് നമുക്ക് ചെയ്യുണ്ടായിരുന്നു, ഇന്ന് വേടനുണ്ട്. അതായത് പണ്ട് ചെഗുവേര ചെയ്തുകൊണ്ടിരുന്ന അതേ പരിപാടി ഇദ്ദേഹം ചെയ്യുന്നു. ചെഗുവേരയും കഞ്ചാവാണ്, വേടനും കഞ്ചാവാണ്. അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ. താങ്കൾക്ക് ചെഗുവേര ഇവർ പൊക്കിക്കൊണ്ട് നടക്കുന്നത്, എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ സഹതാപം തോന്നിയത്, കമ്മ്യൂണിസ്റ്റുമാരുടെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കുകയാണ്. അവിടെ ഒരു താൽക്കാലികമായ മെഡിക്കൽ സംവിധാനം ഏർപ്പെടുത്തി. അതിന് പേരിട്ടത് ചെഗുവേര മെഡിക്കൽ സെൻറ്റർ. അങ്ങനെ കണ്ടായിരുന്നു ചെഗുവേര. അവർ ആ മെഡിക്കൽ സെൻറ്ററിന് പേരിടേണ്ടത് പുഷ്പൻ്റെ പേരിലല്ലായിരുന്നു. സ്വാശ്രയ പുഷ്പൻ മെഡിക്കൽ സെൻറ്റർ എന്നിട്ട് അത് കൺവേ ചെയ്യുമായിരുന്നു. കഞ്ചാവ് അടിച്ചേച്ചിരിക്കുന്ന ചെഗുവേരയുടെ പേരിട്ടാൽ ആരാ നോക്കുന്നത്? പിന്നെ ചെഗുവേരയിൽ ഒരു വിപ്ലവകാരിയെ ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ കാണുന്നുണ്ട്, ക്യൂബയിലെ കമ്മ്യൂണിസ്റ്റുകാർ കാണുന്നില്ല, ബൊളീവിയയിൽ ആരും കാണുന്നില്ല, അവരാരും ചെഗുവേരയെ കാണുന്നില്ല. ഇവിടെ ഇവർ ചെഗുവേരയുടെ മോട്ടോർ സൈക്കിൾ യാത്ര, ഇത് ഒക്കെ വിശുദ്ധ ഗ്രന്ഥമാണ്. ചെഗുവേര എന്ന് പറഞ്ഞ ഒരാൾ നാട്ടുകാരെ അവിടെ നിന്ന് തല്ലി ഓടിച്ചെടുത്തനാണ്. അവിടെ നിന്ന് വന്ന് പിന്നെ ക്യൂബയിൽ പോയി. ക്യൂബയിൽ കുറേ കാലം പിന്നെ ഫിഡൽ കാസ്ട്രോടൊപ്പം ഉണ്ടായിരുന്നു. എന്താ ഫിഡൽ കാസ്ട്രോടൊപ്പം പിന്നെ ചെഗുവേരയ്ക്ക് നിൽക്കാൻ പറ്റാതെ പോയത്? ചെഗുവേരയുടെ അവസാനം ചെഗുവേര കൊല്ലപ്പെടുകയായിരുന്നു. ഇവിടെ ചില നേതാവ്, ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു സാംസ്കാരിക നായകൻ, പേര് ഞാൻ പറയുന്നില്ല, അദ്ദേഹം എല്ലാ കാര്യത്തിനെ കുറിച്ച് അഭിപ്രായം പറയുന്നതാണ്. സത്യം പറഞ്ഞാൽ കോൺഗ്രസ്സുകാരൻ ആ സാംസ്കാരിക നായകനെ പ്രൊമോട്ട് ചെയ്യണം. അദ്ദേഹത്തിൻ്റെ പ്രസംഗം എവിടെയെങ്കിലുമൊക്കെ വെക്കാൻ ഇവരെ പ്രേരിപ്പിച്ചാൽ ആ പ്രസംഗം കേട്ടാൽ അതോടുകൂടി ആളുകൾ കമ്മ്യൂണിസ്റ്റെ വെറുക്കാൻ തുടങ്ങും. ശകലമെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ആ നിമിഷം നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വെറുക്കാൻ തുടങ്ങും. അദ്ദേഹം ഒരു സർവകലാശാല പ്രൊഫസറും കൂടാണ്, മനസ്സിലായി. അപ്പോൾ എന്തായാലും ശരിയേ, പുള്ളിയുടെ PhD കുറിച്ച് വേറെ, ചെഗുവേരയുടെ കഞ്ചാവ് പോലെ തന്നെ പുള്ളിയുടെ PhD വിവാദ വിഷയമാണ്. അതവിടെ നിൽക്കട്ടെ. പേര് ഞാൻ മനഃപൂർവ്വം പറയാതിരിക്കുകയാണ്, കാരണം അദ്ദേഹം അധ്യാപകനാണല്ലോ, നമ്മൾ അങ്ങനെ പറയണ്ടായല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ശരി, ഈ ചെഗുവേര എന്ന് പറയുന്ന ഒരാൾ ക്യൂബയിൽ പോലും കൃത്യമായി അംഗീകരിക്കപ്പെട്ട ഒരാളല്ല. ഇതെല്ലാം നമ്മുടെ ഈ വേസ്റ്റ് പേപ്പർ ബിൻ പോലെ ഇതെല്ലാ സാധനങ്ങളെയും കേരളത്തിൽ കൊണ്ടുവന്ന് മഹത്വവൽക്കരിച്ച് കൊണ്ട് നടക്കുന്നത് ഇതിൻ്റെ തകർച്ചയുടെ ആക്കം കൂട്ടും എന്നല്ലതിനപ്പുറത്ത് എന്ത് കാര്യം? വേടൻ്റെ കാര്യം നമ്മൾ അങ്ങനെ എടുത്താൽ മതി. പാർട്ടി നേതാക്കന്മാർക്ക് പറയാൻ പറ്റാത്ത കാര്യം വേടനെ കൊണ്ട് പറയിപ്പിക്കുക. മനസ്സിലായി. ഈ വേടൻ എന്തായാലും പോരാടുന്നത് ഫാസിസത്തിനെതിരാണ് എന്ന് അദ്ദേഹം പറയുന്നു. അത് നരേന്ദ്രമോദി ഫാസിസ്റ്റാണോ അല്ലയോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. പക്ഷേ വേടൻ അദ്ദേഹം തന്നെ പറയുന്നു, ഞാൻ ഫാസിസത്തിനെതിരെ നിൽക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ പാട്ടുകൾ അതാണെന്നുള്ളത് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയാണ് അദ്ദേഹം പോരാടുന്നതെങ്കിൽ അദ്ദേഹം കേരള പ്രോസ്പെക്റ്റ് ചിന്തിക്കും ആദ്യം പോരാടേണ്ടത് അല്ലെങ്കിൽ സംസാരിക്കേണ്ടത് അഭിമന്യുവിന് വേണ്ടിയിട്ടല്ലേ. അഭിമന്യു കൊല ചെയ്യപ്പെട്ടു, അഭിമന്യുവിന് നീതി കിട്ടാൻ വേണ്ടിയിട്ട്. അഭിമന്യു ഒരു ഈ പറയുന്ന പോലെ പിന്നാക്ക വിഭാഗത്തിൽ നിന്ന് വന്ന ഒരാളാണല്ലോ. അദ്ദേഹത്തിൻ്റെ കൊലയാളികൾക്കെതിരെ എന്തുകൊണ്ട് വേടൻ ശബ്ദിക്കുന്നില്ല? വാളയാറിലെ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തുകൊണ്ട് വേടൻ ശബ്ദിക്കുന്നില്ല? അത്തരത്തിലുള്ള ചില ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? വേടനെ ഞാൻ TV-യിലേ കണ്ടിട്ടുള്ളൂ. അയാളെ പഠിച്ചിടത്തോളം അയാൾക്ക് അഭിമന്യുവിനെ അറിയത്തില്ല, വാളയാറിലെ പെൺകുട്ടികളെ അറിയത്തില്ല, ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അയാളെന്തോ കഞ്ചാവ് അടിച്ചേച്ച് ഒന്ന് എഴുതി വെക്കും. അത് കവിതയാണെന്ന് അയാൾ പറയുന്നു, റാപ്പർ മ്യൂസിക്കാന്ന് പറയുന്നു. എന്ത് മ്യൂസിക്കാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് മൈക്കിൻ്റെ അടുത്ത് വന്നിട്ട് കിടന്ന് പാടുന്നു. കുറേ പേര് ഞരമ്പ് രോഗം ബാധിച്ച പോലെ അവിടെ നിന്ന് കൈയടിക്കുന്നു. ഇത് എത്ര കാലം മുന്നോട്ട് പോകാനാണ്? അയാൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. അയാൾ അതിനെക്കുറിച്ച് അറിയുന്നത് ഞാൻ ധരിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അയാളെ കൊണ്ട് ഈ കൊച്ചു കുരങ്ങിനെ കൊണ്ട് ചൂട് ചോറ് വാരിക്കുമല്ലോ, ആ പരിപാടിയാണ് ചെയ്തിരിക്കുന്നത്. എവിടെയെങ്കിലും ഒരു കേസിൽ അളവിൽ കൂടുതൽ കഞ്ചാവ് വെച്ച് വേടനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോട്ട് ആ നിമിഷം ഇവർ തള്ളിപ്പറയും. അവർ പറയും വേടനാ ഫാസിസ്റ്റ് എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ ഒരു കാര്യം വെച്ചാൽ താൽക്കാലികമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ആരെയും അവരെടുക്കും. വേടനെ എടുക്കും, ഇരയും എടുക്കും, എല്ലാം എടുക്കും. ഏതായാലും വേടൻ്റെ ഭാവി വേടൻ്റെ കയ്യിൽ തന്നെയാണ്. വരും ദിവസങ്ങളിൽ എന്ത് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം.